ഹലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വെക്റ്റർ ഫീൽഡിനെ എങ്ങനെ ഗ്രാഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്റ്ററിനെ കറസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് എ വെക്റ്റർ ഫീൽഡ് എന്നുള്ളത് പറയാം. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. അതിനെ നമ്മൾ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു വെക്റ്റർ ഫീൽഡിനെ എങ്ങനെ നമുക്ക് ഗ്രാഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ വെക്റ്റർ ഫംഗ്ഷൻസ് നമുക്ക് 2 വേരിയബിൾസിലാണ്, ഇത് 3 വേരിയബിൾസിന്റെ വെക്റ്റർ ഫംഗ്ഷൻ നമ്മൾ നോക്കി. എല്ലാത്തിനെയും നമുക്ക് ഗ്രാഫ് ചെയ്യാൻ പറ്റും, ഏതൊരു വെക്റ്റർ ഫീൽഡിനെയും നമുക്ക് ഗ്രാഫ് ചെയ്യാം. പക്ഷെ 3 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പ്ലെയിനിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ്സിന്റെ ഗ്രാഫിംഗ് ആണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഈ ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും. ആ ഓരോ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ വെക്ടേഴ്സിനെ കിട്ടും. അതാണ് നമുക്ക് ഗ്രാഫ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു xi plus yj. F is equal to xi plus yj. ഈ വെക്ടർ നോക്കാം. അപ്പോൾ f is equal to xi plus yj നമുക്ക് ഏതാണ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടെയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ടോട്ടലി എന്ത് തന്നെ പറയാം, xi plus yj എന്നുള്ളത് നമുക്ക് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഫുൾ പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1,1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് നമുക്ക് വരിക, ഇവിടെയാണ്. ഇതാണ് 1,1 എന്ന് പറയുന്ന പോയിന്റ് എന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, i plus j എന്നാണ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടർ വരുന്നത്. അപ്പോൾ ഈ പോയിന്റില് ഈ ഡയറക്ഷനിൽ വരുന്നതാണ് വെക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഒറിജിൻ കൺസിഡർ ചെയ്യുക. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് നമ്മളുടെ കറസ്പോണ്ടിങ് വെക്ടർ വരുന്നത്, അല്ലേ? അപ്പോ ഈ ആക്ച്വലി നമ്മൾ ഈ വെക്ടറുടെ ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,1 നമുക്ക് ഈ ഫോമിലാണ് വരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ 1,1 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ അത് എടുക്കുന്നത്. സോ നമ്മൾ ആ കറസ്പോണ്ട് ചെയ്യുന്ന വെക്ടറിന്റെ ടെയിൽ എന്ന് പറയുന്നത് ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആണോ ആ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ടെയിൽ എന്ന് പറയുന്നത് ആ പോയിന്റ് ആയിരിക്കും വരിക. മനസ്സിലാവുണ്ടോ? എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മൾ വരയ്ക്കേണ്ട വെക്ടറിന്റെ ടെയിൽ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ, ഈ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് ആ വെക്ടർ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളത് നമുക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് 1,1 എന്ന് പറയുന്ന ഡയറക്ഷനിൽ. ഇനി 0,1 എന്ന് പറയുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ 0,1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ 0,1 ഇത് 1,1 ആണ്. ഓക്കെ, അപ്പൊ ഇനി 0,1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എവിടെ വരും, 0,1. അപ്പൊ ഇവിടെയാണ് നമുക്ക് 0,1 വരുന്നത്. അപ്പൊ 0,1 പറയുമ്പോൾ അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് ai plus bj ആണ്. അപ്പൊ 1,1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i plus j ആണ്. ദാറ്റ് ഇസ് i കോർഡിനേറ്റ് x കോർഡിനേറ്റ് 1 ഉം y കോർഡിനേറ്റ് 1 ഉം ആയിട്ട് വരുന്നത്. സോ ആ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോമിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് 1,1ലേക്കുള്ള വെക്ടറിന്റെ സെയിം ഡയറക്ഷൻ ആയിരിക്കും i plus j എന്ന് പറയുന്നത്. അതേമാതിരി 0,1 എടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്, j എന്ന് പറയുന്ന വെക്ടർ ആണ് വരിക. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ y ഡയറക്ഷനിലുള്ള വെക്ടർ ആയിരിക്കും നമുക്ക് വരുന്നത്. പോസിറ്റീവ് y ഡയറക്ഷനിലുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ കൂടെ പോകേണ്ടതാണ്, ആക്സിസിൽ കൂടെ പോകേണ്ടതാണ്. പോയിന്റ് ടെയിൽ പോയിന്റ് പറഞ്ഞത് എവിടെയാണ്, 0,1ൽ. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഡയറക്ഷനിൽ പോകുന്നതുമായിട്ടുള്ള വെക്ടർ ആണ്. ഓക്കെ, ഇനി -1,1 എടുക്കുക. -1, അല്ലെങ്കിൽ -5,7 അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം നമുക്ക്. അപ്പൊ ഒരു കറസ്പോണ്ടിങ് ഞാൻ പറയാണ് -5 ഇവിടെയാണ്, 7 ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടും. Again
-5, 7 എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെ വരും? -5i + 7j. ദാറ്റ് ഇസ് 0യിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ നമുക്ക് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ ഈ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് ടു ബി -5, 7. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ. ഈ വെക്ടർ ഇതാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് -10, -10 എടുക്കാം. അപ്പൊ അല്ല, അത്രയും വരയ്ക്കാൻ ബുദ്ധിമുട്ടാ. -2, -2 അല്ല -2, -3 എടുക്കാം. അപ്പൊ -2 ഇവിടെ വരും, -3 എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പൊ ഇതാണ് നമ്മളുടെ -2, -3. അപ്പൊ നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് നമ്മളുടെ ഈ തരുന്ന വെക്ടർ. ഏതാണ്? -2, -3 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് വെക്ടർ -2i -3j. ദാറ്റ് ഇസ് ഇതിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷനിലാണ് ഈ പോയിന്റിലത്തെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വരിക. സോ അതേ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ ആണ് വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് ടു ബി -2, -3. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടർ വരയ്ക്കുക. ഇപ്പൊ ജസ്റ്റ് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോ ഇതിന്റെ ഒന്നും മാഗ്നിറ്റ്യൂഡ് ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. ഏത് മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സിലും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടേഴ്സും വരയ്ക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഈ വെക്ടർ വേണമെങ്കിൽ ഇത്ര വലിയ വെക്ടർ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഓരോ വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് ഇപ്പൊ നമ്മളുടെ കറസ്പോണ്ടിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഡയറക്ഷൻ സെയിം ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കാം. ദാറ്റ് ഇസ് ഞാൻ പറയാണ് x + y = 2. ഈ ലെങ്ത് വരുന്ന വെക്ടേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ലെങ്ത് അല്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സിന് എല്ലാത്തിനും നമ്മളൊരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് -yi + xj ആണെന്ന് സപ്പോസ് ചെയ്യാം. ഞാൻ വെക്ടർ മാറ്റി. ഓക്കെ, -yi + xj ആണ്. ഞാൻ കറസ്പോണ്ടിംഗ്ലി ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. അല്ല, ഈ കണ്ടീഷൻ കൊടുക്കണം എന്നില്ല. ഇല്ലാണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടുത്തെ ഓരോ വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് എന്ന മാഗ്നിറ്റ്യൂഡ്. നമുക്ക് നാച്ചുറലി നോം എഫ് ആണ് വരിക. അപ്പൊ √(x² + y² ആണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. അപ്പൊ അത് എന്താണെന്നുള്ളത് പറയാൻ പറ്റും. നോം ഓഫ് x² + y² ആണ് നമുക്ക് അവിടെ എന്തായിട്ട് വരുന്നത്? മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് ഫിക്സ്ഡ് അല്ല. ഇനി ഞാൻ പറയാണ്, എനിക്കിത് ഫിക്സ്ഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x² + y² = ശരിക്കും നമുക്ക് 6 അല്ലേ വരിക. ഈ 6ന് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വരയ്ക്കുന്ന എല്ലാ വെക്ടേഴ്സിനും ഈക്വൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവും. മനസ്സിലാവുണ്ടോ? നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. അതിന്റെ ഡയറക്ഷനിൽ വരുന്ന വെക്ടേഴ്സ് ആയിരിക്കും നമുക്ക് വെക്ടർ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ്, ഈച്ച് പോയിന്റ്. അപ്പൊ വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് -2, -3, അല്ലെങ്കിൽ ദിസ് വെക്ടർ വിത്ത് ദിസ് ഡയറക്ഷനിലുള്ള വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് -5, 7, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് 0, 1, ഈ ഡയറക്ഷനിലുള്ള വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് 1, 1. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ആർബിട്രറി വെക്ടർ പോയിന്റ് a, b തന്നു കഴിഞ്ഞാലും അവിടെയുള്ള കറസ്പോണ്ടിങ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a, b തന്നു വെച്ചാൽ ai + bj ആണ് നമുക്ക് വരിക. ഇവിടെയാണ് a, b എന്ന് പറയുന്ന പോയിന്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് വെക്ടർ ആ a, b എന്ന് പറയുന്ന ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്തായിരിക്കും? -ai അല്ല -bi. ഇവിടെയാണ് നമ്മൾ a, b കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് -bi + aj. സോ ഈ ഡയറക്ഷനിൽ വരുന്ന
വെക്ടർ. അപ്പൊ നമുക്കത് ഒറിജിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടർ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ആ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് അല്ലെങ്കിൽ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അത് എങ്ങനെ എ കോമ ബി വരുന്ന രീതിയിലാണ് നമ്മൾ ഒരു വെക്ടർ വരയ്ക്കുക. ഇനി ഇവിടെ പറഞ്ഞു ഇപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് കോർഡിനേറ്റ് എക്സിന്റെ കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് വൈന്റെ കോർഡിനേറ്റ് സ്ക്വയർ ആണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ വരിക. പക്ഷെ ഇവിടെ ഓരോ വെക്ടറിന്റെയും ലെങ്ത് വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, സ്ക്വയർ റൂട്ട് 2 ആണ് ഇവിടുത്തെ വെക്ടറിന്റെ ലെങ്ത് വരിക. ഇവിടുത്തെ വെക്ടറിന്റെ ലെങ്ത് എന്തായിരിക്കും, റൂട്ട് 1, ദാറ്റ് ഇസ് 1 തന്നെ, യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. പക്ഷെ ഇവിടെ ഓരോന്നിന്റെയും വെക്ടേഴ്സിന്റെ ലെങ്ത് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് വേണമെങ്കിൽ ഈക്വൽ ആക്കാൻ പറ്റും. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ലെങ്ത് വരുന്ന വെക്ടേഴ്സ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനൊരു കണ്ടീഷൻ കൊടുക്കുക. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് നമ്മൾ ഫിക്സ് ചെയ്യാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. അങ്ങനെ നമ്മൾ ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ലെങ്ത് ആയിട്ട് വരുന്ന ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സും വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പോ നമുക്ക് ഇതിന്റെ തന്നെ കേസ് നോക്കാം. നമ്മളിപ്പോ ഇതാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഇതിന് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നോക്കാം. അത് തന്നെയാണ് സെയിമിനും വരിക. കാരണം ഇത് രണ്ടും എക്സ് ഐ പ്ലസ് വൈ ജെ, ഇവിടെ മൈനസ് വൈ ജെ പ്ലസ് എക്സ് ഐ, പോയിന്റ്സ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. പക്ഷെ നമുക്കിവിടെ എഫിന്റെ വാല്യൂ ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ സെയിം ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യം ഞാൻ ഇതേത് തന്നെ കറസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് നമുക്ക് പോയിന്റ്സ് എങ്ങനെയാ വരിക, ഇതേ പോയിന്റ്സ് തന്നെ എടുക്കാം. 1,1 എടുക്കാം. ഒരു മിനിറ്റ്, അതിന് മുൻപ് നമുക്ക് ആദ്യം ഇത് ഫിക്സ് ചെയ്യും. ഓക്കെ, ഇതിന് ആദ്യം വരയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ എഫ് മോഡ് നോം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വരിക, ഇവിടെയും സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, ഞാൻ ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്യാണെന്ന് വിചാരിച്ചു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ശരിക്കും ഒരു സർക്കിൾ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പം എന്താണ്, അത് ഈ സർക്കിളിൽ വരുന്ന പോയിന്റ്സ് ആയിരിക്കും വിത്ത് യൂണിറ്റ് ലെങ്ത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പോയിന്റ്സ് 0,1 എടുക്കാം. ഇവിടെ വരുന്നത് പിന്നെന്താണ്, അല്ല ഇത് 1,0 അല്ലേ, ഇത് 1,0, ഇത് 0,1. പിന്നെ എടുക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെ നമുക്ക് എടുക്കാം, ഏത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ നൽകാം. നമുക്ക് ഈ 4 എടുക്കാം. -1,0, ഇവിടെ 0,-1. ഈ 4 പോയിന്റ്സ് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ 1/√2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അങ്ങനെ നമുക്ക് ഓരോന്നും എടുക്കാൻ പറ്റും. ഈ പോയിന്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,0 കറസ്പോണ്ടിങ് വെക്ടർ എന്താ വരിക, ഐ ആണ് വരിക. ദാറ്റ് മീൻസ് പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ 1,0. അല്ല, ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്താ വരിക, 1,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് വെക്ടർ വരിക. അപ്പൊ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ വരുന്ന വെക്ടർ ആയിരിക്കണം വിത്ത് ഇറ്റ്സ് ടെയിലന്റ് അറ്റ് 1,0. ഓക്കെ, ഇനി ഇവിടുത്തെ നോം വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അറിയാം നോം എഫ് എന്ന് പറയുന്നത് 1 ആണ് വരിക. സോ യൂണിറ്റ് ലെങ്ത്, അപ്പൊ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം യൂണിറ്റ് ആണ് നമ്മളിവിടെ ലെങ്ത് പറഞ്ഞിട്ടത്. സോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മോഡ് എഫ് എന്നുള്ളത് നമ്മൾ 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഈ പോയിന്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ 0,1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, -j അല്ല -i. ദാറ്റ് ഇസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ വിത്ത് ഇറ്റ്സ് എൻഡ് പോയിന്റ് അറ്റ് 0,1. ഇനി ഇവിടെ വരുന്നത് എന്തായിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ, എന്ന് പറയുന്നത് എന്തായിരുന്നു, ജെ ആയിരുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ -i. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ -j. ദാറ്റ് ഇസ് നെഗറ്റീവ് ഡയറക്ഷനിലെ യൂണിറ്റ് ലെങ്ത് വിത്ത് ഇറ്റ്സ് ടെയിലന്റ് അറ്റ് -1,0. ഇവിടെ വരുന്നത് വെക്ടർ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി
പ്ലസ് I ആണ് വരിക. സോ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വിത്ത് ഇറ്റ്സ് ടെയിൽ ആൻഡ് അറ്റ് 0,1. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓരോന്നും വരയ്ക്കാൻ പറ്റും. ഇനി ഇടയിൽ നിങ്ങൾ ഒരു പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വിത്ത് ഇറ്റ്സ് ടെയിൽ ആൻഡ് അറ്റ് ദിസ് പോയിന്റ് യൂണിറ്റ് ഡയറക്ഷനിൽ. ഇനി ഞാൻ ഇത് മാറ്റി ഇവിടെ ഞാൻ 2 ആക്കി എന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് √2 ആണ് ഞാൻ r ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ √2 സ്ക്വയർ 2 വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് r സ്ക്വയർ ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് √2 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ പോയിന്റ്സ് വരയ്ക്കാൻ എളുപ്പത്തിനാണ് ഞാൻ √2 ഡിസ്റ്റൻസിൽ പറയുന്നത്. അപ്പൊ 0,2 വരും, അല്ല 0,√2 വരും. 0, minus √2, √2, 0, minus √2, 0. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലേ? ഇത് 0 ആണ്. ഓക്കെ, ഇനി ഇതേമാതിരി കറസ്പോണ്ടിംഗ്ലി അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2j അല്ല, ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -√2i ആണ് വരിക. അപ്പൊ -√2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടി വരും? I ഡയറക്ഷനിലാണ്, പോസിറ്റീവ് I ഡയറക്ഷനിലാണ് വരയ്ക്കേണ്ടത്. ലെങ്ത് പോസിറ്റീവ് I ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ കറസ്പോണ്ടിങ് നമുക്ക് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് വെക്ടർ -√2i ആണ്. അപ്പോ -I ഡയറക്ഷനിലാണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് വരയ്ക്കേണ്ടത് വിത്ത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് √2. അപ്പൊ ഇതിന്റെ ലെങ്ത് വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √2 ആയിരിക്കും. സിമിലർലി നമുക്ക് ഇങ്ങനത്തെ ആയിരിക്കും ഇവിടെ വരിക. അപ്പോ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും നമ്മളിപ്പോ പറഞ്ഞത് ഇതിന്റെ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് അതേമാതിരി തന്നെ വരയ്ക്കാം. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ഇതിന്റെ വരിക. കാരണം ഇവിടെ ഒരു പോയിന്റ് 1,1 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ xi പ്ലസ് yj എന്നുള്ള ഫോമാണ്. സോ 1,1 എന്നുള്ള ഫോമാണ് നമുക്ക് 0,1 i പ്ലസ് j. ഇത് വേറെ ഒരു ഫോമാണ്, ഇത് വേറൊരു ഫോമാണ്. സോ ഇവിടെ നമ്മൾ x² പ്ലസ് y² നമ്മളിപ്പോ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഫോമിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്താ പറയാ ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി വെക്കാം എല്ലാ വെക്ടേഴ്സിന്റെയും. അപ്പം ഞാൻ ഇവിടെ ഇതേമാതിരി ഫിക്സ് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ x² പ്ലസ് y² 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് വേണ്ട നോം എഫിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ വരയ്ക്കുന്ന വെക്ടേഴ്സിന്റെ ഒക്കെ ലെങ്ത് 1 ആണെന്നാണ് മീനിങ്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഇവിടുത്തെ പോയിന്റ്സ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? എക്സും വൈയും എന്തായാലും 1നെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് യൂണിറ്റ് സർക്കിളിൽ വരുന്ന പോയിന്റ്സ് എല്ലാതും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ്. സോ അതിൽ നമുക്ക് ഈ ഫംഗ്ഷൻ വാല്യൂ നോക്കാം. അല്ലാണ്ട് ഞാൻ ഈ വരച്ചമാര് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെ എന്താ പറയാ സർക്കിൾ വരയ്ക്കണം നിർബന്ധമില്ല. പക്ഷെ നമുക്ക് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും എന്ന് പറഞ്ഞിട്ടാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിൾ ആദ്യം വരച്ചത്. അപ്പൊ അതേമാതിരി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ പോയിന്റ്സും നമുക്ക് ഇവിടെ അതിന് പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നോക്കാം. അതിനാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ആർബിട്രറി എവിടെ വേണമെങ്കിലും പോയിന്റ്സ് എടുക്കാം. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യാണ്. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ പോയിന്റ്സും നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായതുകൊണ്ട് അവിടെ ഈ ഫംഗ്ഷൻ നോക്കിയാൽ മതി. ഇവിടെയും അതാണ്, നമ്മൾ സർക്കിൾ വരയ്ക്കാണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ ഈ =2 വരുന്ന രീതിയിലുള്ള എക്സും വൈകളും നമുക്ക് എടുക്കണം. സോ ബെറ്റർ എന്താണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിൾ ആണ് വിത്ത് റേഡിയസ് √2. അപ്പൊ ആദ്യം വരച്ചു. സോ അതിന് കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടി, നമുക്ക് അവിടെയുള്ള വെക്ടേഴ്സ് വരയ്ക്കാൻ പറ്റി. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ യൂണിറ്റ് ലെങ്ത് വരുന്നതാണ്. സോ 1,0 ഇവിടെ എന്ത് വരും? 0,1
-1, ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, -1. അപ്പൊ ഇനി ഇവിടുത്തെ വെക്ടർ നോക്കാം. ഈ പോയിന്റിലുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? I ആണ് വരിക. സോ പോസിറ്റീവ് x ഡയറക്ഷനിൽ വന്നു. ഓക്കെ, ശരി. ഇനി എന്താണ്? സോറി I ആണ് വരിക. ഞാൻ വരച്ച J ആയിപ്പോയി. I ആണ് വരുന്നത്. ദാറ്റ് ഈസ് I ആണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് ടെയിൽ എൻഡ് പോയിന്റ് 1,0 ഇവിടുന്ന് ഈ ഡിസ്റ്റൻസിൽ വരുന്ന, ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് ലെങ്ത് ഉള്ള വെക്ടർ ആയിരിക്കും വരിക. കാരണം എന്താണ്? നമ്മൾ എടുത്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ വെക്ടറിന്റെ ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള വെക്ടർ വിത്ത് ദിസ് യൂണിറ്റ് ലെങ്ത് വരുന്ന വെക്ടർ. ഇനി ഇവിടുത്തെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 0,1. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് 0,1 അതാണ് നമ്മുടെ വെക്ടർ. ഇതിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -I ആണ്. സോ ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് -1,0. ഇതിന് കറസ്പോണ്ടിങ് -J ആണ് വരിക. സോ ഈ ഡയറക്ഷനിൽ വരുന്നത് വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് 0,-1 ആൻഡ് മാഗ്നിറ്റ്യൂഡ് 1. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ പോയിന്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? ഈ പോയിന്റിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ A, B ആണെന്ന് ഈ പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ A, B എടുക്കാൻ പറ്റില്ല. എങ്ങനെടുക്കാം? 1,1 പറ്റില്ല. എങ്ങനെ വരും? പിന്നെ 1/2 + 1/2. അപ്പൊ ഇവിടെ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഇസ് 1/2 + 1/2 1 ആയിട്ട് വരും. സോ ഈ പോയിന്റിലുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന് കറസ്പോണ്ടിങ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം. ഇതിന് കറസ്പോണ്ടിങ് 1/√2i + 1/√2j. അപ്പോ ഈ പൊസിഷൻ വെക്ടർ നോക്കുക. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയത് I യും J യുടെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷെ ഇത് കോമ്പിനേഷൻ ആണ്. സോ നമുക്ക് എളുപ്പത്തിൽ പറ്റില്ല. സോ 1/√2i + 1/√2j അതിന്റെ ഡയറക്ഷനിലുള്ളതാണ് വേണ്ടത് വിത്ത് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് 1 അല്ലെ? ടെയിൽ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 1/√2, 1/√2 ആയിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്താണ്? ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് നമുക്കറിയാം. സോ ഈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ വിത്ത് ഇറ്റ്സ് ടെയിൽ എൻഡ് പോയിന്റ് അറ്റ് 1/√2, 1/√2. ഇങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടർ ഫീൽഡിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ഇവിടെ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഈ പറയുന്നത് ഇതൊരു സർക്കിൾ ഫോമിൽ വന്നത് കണ്ടോ? ഈ B. ഞാൻ അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം. സോ അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് -yi + xj ഡിവൈഡഡ് ബൈ √(x² + y² ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ കാണിച്ചില്ലേ, ഇതില് നമ്മൾ യൂണിറ്റ് ലെങ്ത് അല്ലാന്നുണ്ടെങ്കിൽ x² + y² മാഗ്നിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തിലുള്ള വെക്ടേഴ്സ് വരുന്ന ഫോമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയച്ചു തരാം. എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ നോക്കി വായിച്ചു നോക്കുക. എങ്ങനെയാണ് നമുക്ക് വെക്ടർ ഫീൽഡ് വരയ്ക്കുക? ഇത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. വെക്ടർ ഫീൽഡ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണ്ടു? ഇത് സാറ്റിസ്ഫൈ, ഈ ഫോമിലാണ് നമുക്ക് എന്ത് തരിക? വെക്ടേഴ്സിനെ അറിയാൻ പറ്റുക. അപ്പൊ ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇങ്ങനത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് എടുക്കണം. കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത മാതിരി ആർബിട്രറി ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നിങ്ങൾ എഗെയിൻ ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന വെക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വെക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ഇങ്ങനെ പുറത്തു പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ യൂണിറ്റ് ലെങ്ത്തിലുള്ള വെക്ടേഴ്സ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ആർബിട്രറി ലെങ്ത് വരുന്ന വെക്ടേഴ്സ് ആയിരുന്നു. എടുക്കുന്ന പോയിന്റ്സിനനുസരിച്ച് നമുക്ക് ഡിസ്റ്റൻസ് മാറി മാറി വരുന്നതായിരുന്നു. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഫിക്സ്ഡ് അല്ല, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഫിക്സ്ഡ് ആണ്. അത്രേ വേരിയേഷൻ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടർ ഫീൽഡിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.